ആഖിറത്തിൽ അവിടുത്തെ തൃക്കരങ്ങളെ കൗതുൽ കുറിക്കാൻ ഭാഗ്യം നമുക്കെല്ലാവർക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മക്കയിലെ ഓരോ ഭാഗങ്ങളിലും വിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വല്ലാതെ കഷ്ടപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ക്രമത്തിൽ പെട്ട് വളരെ അവശനായി കഴിയുമ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തൻ്റെ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മക്ക് ദുആ ചെയ്തു കൊടുക്കുകയും അവിടെ വെച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ ആശയം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സ്വഹാബത്തും വിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിനിടയിൽ പല ആളുകളുടെയും ചവിട്ട് കിട്ടിയിട്ടുണ്ട്. കഴുത്തിൽ വസ്ത്രം കുടുക്കിയിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. താടിയും മുടിയും പറിച്ച് താടി രോമങ്ങൾ പലതും കയ്യിൽ പറഞ്ഞു വീണിട്ടുണ്ട്. അങ്ങനെ അതിക്രൂരമായ മർദ്ദനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴായി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്ദർഭോചിതമായ ഇടപെടൽ കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവൻ പോലും രക്ഷിച്ചത് എന്നും ചരിത്രങ്ങളിൽ കാണാൻ കഴിയുകയാണ്. കാരണം അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നും തന്നെ പറ്റാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുവദിക്കില്ല. അവിടെ മറയായി നിൽക്കുകയും എന്ത് വന്നാലും തടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിരോധ ശേഷിയായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിൽ നിൽക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മസ്ജിദുൽ ഹറാമിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയാണ്. അങ്ങനെ നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലെത്തി. അപ്പോഴാണ് അബൂജഹൽ തൻ്റെ ആളുകളോട് ചോദിക്കുന്നുണ്ട്, ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഒഴിവാക്കിയിട്ട ഒട്ടകത്തിൻ്റെ കുടൽമാലയുണ്ട്, ഇതാര് എടുത്തുകൊണ്ട് മുഹമ്മദിൻ്റെ കഴുത്തിൽ കൊണ്ടുപോയിടും എന്ന് ചോദിച്ചപ്പോൾ അതിലേറ്റവും ദുഷ്ടനായൊരു വ്യക്തി. കാരണം കുടൽമാല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു ഉളുഹിയത്തിന് പോത്തിനെ വാങ്ങി അതിനറുത്ത് അതിൻ്റെ പെട്ടിയും കുടലൊക്കെ ഒരു ഭാഗത്ത് വെച്ച് അത് ശരിക്ക് മാന്തിയിട്ട് നമ്മൾ കുഴിച്ചിട്ടില്ലെങ്കിൽ നായകൾ അവിടെ സഭ കൂടിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചു ചെയ്യുന്ന ഒരു ചുറ്റുപാടുണ്ട്. അപ്പം അതിൻ്റെ അടുത്തേക്ക് പോയാലും വല്ലാത്ത ദുർഗന്ധം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയുള്ള കുടൽമാല അത് എടുത്തിട്ട് ഉഖബത്ത് ബിനു അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന വലിയ ദുഷ്ടൻ, കാരണം അതിന് തയ്യാറാകാന്ന് പറയുന്ന ആരുടെ കഴുത്തിലാണ് ഇവൻ കൊണ്ടുപോയിടുന്നത്? ലോകത്തിൻ്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലാണ്. അതെടുത്തു കൊണ്ടുപോയി ഇടുന്നു, കഴുത്തിൽ ഇങ്ങനെ ഇട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുജൂദിലാണ്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, കാരണം കുടൽമാല ഒന്നായിട്ട് ഇട്ട് വെച്ചു. കാരണം കൂടെയുള്ള ആളുകൾക്കൊന്നും അങ്ങോട്ട് അടുക്കാനും പേടി, കാരണം ശത്രുക്കൾ നോക്കുകയാണ്, അതിൻ്റെ അടുത്തേക്ക് പോയാൽ അടി കിട്ടും. അപ്പോഴാണ് സയ്യിദുത്തുൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൻ്റെ സ്ത്രീകളുടെ ലീഡറായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര മകൾ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഓടിച്ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. ആ രംഗം വല്ലാതെ സ്വഹാബത്തിനെ വേദനിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ വിഷമിച്ചു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു,
ആ പ്രാർത്ഥന മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, തങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചവരെല്ലാം അടുത്ത വർഷം ബദർ നടന്നപ്പോൾ ആ പൊട്ടക്കിണറ്റിൽ അവരെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഒരാളെയും വേദനിപ്പിക്കരുത്. പ്രത്യേകിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് പറഞ്ഞ് തന്റെ സ്വഹാബത്തിന് ശരിയായ ആശയം പഠിപ്പിച്ചു എന്നല്ലാതെ വേറെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ തവാഫ് ചെയ്യാം. ആ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു കൈ പിടിച്ചു. അതുപോലെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിടിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും കൈ ഇങ്ങനെ പിടിച്ചിട്ട് പുറത്തിട്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവാഫ് ചെയ്യണം. അങ്ങനെ തവാഫ് ചെയ്തു. ഒന്നാം റൗണ്ടായി, രണ്ടാം റൗണ്ടായി. അങ്ങനെ എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂജഹലും കൂട്ടരൊക്കെ ഹറമിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. അങ്ങനെ അബൂജഹലിന്റെ നേരെ എത്തിയപ്പോൾ എന്തോ ഒരു അനിഷ്ടമായൊരു സംഭവം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനം അബൂജഹൽ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനയായി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതൊന്നും മെയിൻറ്റ് ചെയ്യാതെ വീണ്ടും തവാഫ് തുടരുകയാണ്. തവാഫ് തുടർന്നു. അങ്ങനെ നാലാമത്തെ റൗണ്ട് എത്തിയപ്പോ അബൂജഹൽ അവൻ പറയാണ്, ദൈവമാണ് സത്യം, മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സമരം ചെയ്തിട്ടല്ലാതെ എനിക്ക് മറ്റൊരു വിഷയമില്ല എന്നും പറഞ്ഞ് അവൻ മുന്നോട്ട് വരികയാണ്. മുന്നോട്ട് വന്നു എന്ന് മാത്രമല്ല, നാലാമത്തെ റൗണ്ടാണ്, തവാഫിന്റെ നാലാമത്തെ റൗണ്ട് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിടാൻ വേണ്ടി അബൂജഹലും സംഘവും ഇങ്ങനെ വരികയാണ്. വന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രം പിടിച്ച് ചവിട്ടിയിട്ട് അവിടെ നിലം പരിശാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ വന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവാഫ് ഇങ്ങനെ ചെയ്യാണല്ലോ, ചെയ്യുന്നതിനിടയിൽ അവൻ വന്നു നബി തങ്ങളെ പിടിക്കാൻ വേണ്ടി, ചവിട്ടാൻ വേണ്ടി അടുത്തണ്ടെത്തിയപ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ ഉമയ്യത്ത് ഇബ്നു ഖലഫിനെ ഒരൊറ്റ തട്ടങ്ങ് തട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്യിദിനെയും തട്ടി. അങ്ങനെ അതാ അബൂജഹൽ അവിടെ ഊര കുത്തി വീണു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ നീ തന്നെയാണ് വലിയ രക്ഷിതാവ്, നിന്നെ ഞാൻ വരവേൽപ്പിക്കുന്നു എന്നൊരൊറ്റ പ്രാർത്ഥനയാണ്. അതാ അബൂജഹൽ വല്ലാത്ത വിറയലോടുകൂടെ അല്ലാതെ പിന്നെ അവിടെ നിന്ന് പോയിട്ടില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറ്റൊരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അബൂജഹൽ ഒരിക്കൽ ചോദിക്കുകയാണ്, ഹൽ യുഅഫിറു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വജ്ഹഹു ബൈന അദ്ഹരിക്കും. അബൂജഹൽ ചോദിക്കുകയാണ്, നിങ്ങൾക്കിടയിൽ മുഹമ്മദ് മണ്ണിൽ മുഖം പുരട്ടാറുണ്ടോ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിസ്കരിക്കാറുണ്ടോ, സുജൂദ് ചെയ്ത് നിസ്കരിക്കാറുണ്ടോ? എന്നിട്ട് അവർ പറഞ്ഞു, അതെ ഉണ്ടല്ലോ. അപ്പൊ ഏതാ അബൂജഹൽ വീണ്ടും പറയാണ്, വല്ലാത്തി വല്ലുസ്സ ലൈൻ റഅയ്തുഹു യഫ്അലു ദാലിക ലഅതഅന്ന. ഇനി എങ്ങാനും അവൻ സുജൂദ് ചെയ്ത് നിസ്കരിക്കുന്നത് കണ്ടാൽ എൻ്റെ ദൈവമായ ലാത്തയും ഉസ്സയുമാണ് സത്യം. അബൂജഹൽ പറയാണ്, ഞാൻ അവനെ ചവിട്ടും. ലഅതഅന്ന എന്ന് പറഞ്ഞ ചവിട്ടും. എവിടെ? അലാ റഖബതിഹി, അവന്റെ പിരടിയിൽ. എന്നിട്ടോ ഔ ലഉഅഫിറന്ന വജ്ഹഹു ഫി തുറാബ്, ഞാൻ അവന്റെ മുഖം പിടിച്ചിട്ട് മണ്ണിലണ്ട് ഉരസും, കുത്തിക്കും എന്ന് പറഞ്ഞു. നഊദു ബില്ലാഹ്. എന്തെല്ലാം വിധത്തിലുള്ള വർത്തമാനമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് സഹിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയാണ്. അബൂജഹൽ അവന്റെ അനുയായികളോടൊക്കെ പറഞ്ഞു, ഞാൻ ഇപ്പൊ ചവിട്ടും, അവൻ നിസ്കരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് അവൻ വരികയാണ്. വന്നു, അവർ നേരെ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചവിട്ടാൻ വേണ്ടിയിട്ട് വരികയാണ്. വന്നു എന്ന് മാത്രമല്ല, അബൂജഹൽ ചവിട്ടാൻ വേണ്ടി ഓങ്ങുകയും
അവനതാ കയ്യും കാലും കുത്തിയിട്ട് പിന്നോട്ട് തിരിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടാണ്. അവൻ ഓടിയപ്പോൾ അവൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, അല്ലടാ മാലക്ക, എനക്ക് എന്താടാ പറ്റിയത്? ഇരുപെണ്ണ് വലിയ ആളായിട്ട് മുഹമ്മദിനെ ചവിട്ടെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, പിന്നെന്താണ് പോയത്? അപ്പൊ അബൂജഹൽ ഒരു വർത്തമാനം പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ച പോലല്ല. അവൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ മുഹമ്മദിന്റെ അടുത്ത് പോയപ്പോൾ ഇന്ന ബൈനി വബൈനഹു ലഖന്ദഖൻ മിൻ നാർ, എന്റെയും മുഹമ്മദിന്റെയും ഇടയിലായി ഒരു തീ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. തീ ഇങ്ങനെ കത്തിങ്ങനെ പളക്കുകയാണ്. പിന്നെയോ ഹൗലൻ, ഞാൻ അങ്ങോട്ട് അടുക്കും തോറും എനിക്കിങ്ങനെ വിറയലും പേടിയും കൂടിക്കൊണ്ടിരിക്കുക. മലക്കുകളുടെ ചിറകുകളൊക്കെ ഇങ്ങനെ അവിടെ കാണുകയാണ്. പിന്നെ ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുക എന്നല്ലാതെ നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിയായി അവൻ അനുഭവിച്ചിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രനെ പിളർത്തിയിട്ട് അങ്ങ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹു ആണ് ഹിദായത്ത് കൊടുക്കുന്നവൻ. അള്ളാഹു ഹിദായത്ത് കൊടുത്താൽ മാത്രമേ ഏതൊരാൾക്കും അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയൂ. അള്ളാഹുവെ, സാന്താളായി ഞങ്ങളുടെ ഈമാനൊക്കെ നീ അടിയുറച്ചു തരണേ റഹ്മാനെ, ഹിദായത്ത് നിലനിർത്തി തരണേ റഹ്മാനെ. അങ്ങനെ അവൻ പോവുകയാണ്. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനല്ല, എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് അവനറിയാം. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവൻ നിലയുറപ്പിക്കുകയാണ്. ഈ സംഭവത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗ ദനാ മിന്നി ലഇഖ്തതഫത്ഹുൽ മലായികതു ഉളുവൻ അബൂജഹലെങ്ങാനും ആ സമയത്ത് എൻ്റെ അടുത്തേക്ക് അങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ ലഇഖ്തതഫത്ഹുൽ മലായികതു ഉളുവൻ ഉളുവാ, അവനെ തുണ്ടം തുണ്ടമായി പിടിച്ചങ്ങ് കീറുമായിരുന്നു മലക്കുകൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കുകയാണ്, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ. ഓ മനുഷ്യ, സ്വയം എല്ലാറ്റിനും എനിക്ക് കഴിവുണ്ട് എന്നും കരുതിയിട്ട് നീ ധിക്കാരം കാട്ടുകയാണോ? വേണ്ട, നിന്റെ ധിക്കാരം വേണ്ട. ഇന്ന ഇലാ റബ്ബിക റുജ്ആ, ഏത് ധിക്കാരം കാട്ടിയവനും മടങ്ങുന്നത് റബ്ബിലേക്കാണ്. പറയുന്നത് അബൂജഹലിനോടാണെങ്കിലും അത് മുഴുവൻ മനുഷ്യർക്കും മാതൃകയുള്ള, അത് മുഴുവൻ മനുഷ്യരെയും ഉത്ബോധിപ്പിക്കുന്ന ആയത്താണ്. നമ്മൾ എത്ര വലിയ ധിക്കാരം കാണിച്ചാലും മടങ്ങേണ്ടത് റബ്ബിലേക്കാണ്. അതുകൊണ്ട് ഒരാളോടും ധിക്കാരം കാട്ടരുത്. നമുക്ക് എപ്പോഴും ഒരു ചിന്ത വേണം, പഠിച്ചോനെ, ഞാൻ ഇന്ന് നല്ല ആഫിയത്തുള്ള ആളാണെങ്കിൽ നാളെ രോഗിയായി, ഇന്ന് നല്ല സമ്പന്നനാണെങ്കിൽ നാളെ ഫക്കീറാണ്. അങ്ങനെ ഒരാൾക്കും ഒന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ധിക്കാരം എന്നുള്ളത് എനിക്ക് കാട്ടാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ നല്ലവനായി ജീവിക്കണം. എൻ്റെ മടക്കം റബ്ബിലേക്കാണ്. റബ്ബിലേക്ക് എനിക്ക് എത്തുമ്പോൾ അവൻ്റെ അടുക്കൽ എനിക്ക് മാർക്ക് ലഭിക്കണം. നല്ലവനായി സ്വാലിഹീങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടോ അവൻ നാളെ പാരത്രിക ലോകത്ത് വിജയിയ. അതെല്ലാം പരാജിതരാണോ? അവൻ എന്നെന്നും പരാജിതനാണ്. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ആഖിറത്തിൽ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശുദ്ധമായ കഅബയുടെ അരികിൽ വെച്ച് സൂറത്തുർ റഹ്മാൻ ഉറക്കെ ഓതുകയാണ്. ഉറക്കെ ഓതിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അടിച്ചങ്ങ് മുറിവേൽപ്പിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതിയതിന്റെ പേരിൽ നമ്മെ ആരും വന്ന് തല്ലുകയില്ല, മുഖത്തടിക്കുകയില്ല, ഒരാളും പരിക്കേൽപ്പിക്കുകയില്ല. പക്ഷേ വിശുദ്ധ റമളാൻ കഴിഞ്ഞതിന്റെ ശേഷം ഈ സമയം വരെ ആയിട്ട്
നമ്മളൊരു ഖത്മ് തീർത്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു പേജ് ഞാൻ ഡെയിലി ഓതുന്ന ഒരു ശീലം എനിക്ക് വന്നിട്ടുണ്ടോ? അന്ന് നമ്മൾ ഖത്മ് ഓതി റമളാനിൽ പൂട്ടിവെച്ച ആ മുസ്ഹഫ് പിന്നീട് ഒരു ഖത്മ് ഓതണമെന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടെ നമ്മൾ എപ്പോഴെങ്കിലും ഖുർആൻ എടുത്ത് ഓതിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ അത് പതിവാക്കണം. ഇല്ല എങ്കിൽ നമുക്കൊരു മാറ്റം വേണം. ഇന്നത്തോടുകൂടെ ഞാൻ ഇന്ന് മുതൽ എനിക്ക് എൻ്റെ എല്ലാ ദിവസങ്ങളിലും ഒരല്പസമയം ഖുർആൻ ഓതുന്നവനായി ഞാൻ മാറുമെന്നൊരു പ്രതിജ്ഞ നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അന്ന് സ്വഹാബത്ത് സൂറത്തുർ റഹ്മാൻ ഓതിയതിന്റെ പേരിലാണ് മുഖത്തടി കിട്ടിയത്. നോക്കൂ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം അങ്ങ് സ്വീകരിച്ചതിന്റെ പേരിൽ പിതൃ സഹോദരനായ ഹക്കം ഇബ്നു ആസ് തടവിലിടുകയും രണ്ട് കൈയും പിറകോട്ട് പിടിച്ചങ്ങ് കെട്ടുന്നു. പിടിച്ചു കെട്ടിയിട്ട് കുറെ തീയുകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പൊ തീയിലേക്ക് ഇടും. ഇങ്ങനെ ഇട്ടുകൊണ്ട് തീയിട്ട് ഇങ്ങനെ പുകപ്പിക്കുകയാണ്. ആ പുകയിലിട്ട് ഇങ്ങനെ ശിക്ഷ അനുഭവിക്കുന്ന രൂപത്തിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിതൃവ്യൻ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് ഇതേ രൂപത്തിൽ പുകയിട്ട് ശിക്ഷിക്കുന്നു. അങ്ങനെ സ്വഹാബത്ത് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വല്ലാതെ വിഷമം നേരിട്ട സ്വഹാബിയ. പാണ്ടി ബിലാലെന്ന പൂങ്കുയിലെ പണ്ട് പാവനദി തേനിശലേ കാട്ടിളകും കുഫർ കൂട്ടത്തിനായി പുണ്യകരിമത്തുറപ്പിച്ച പൂങ്കരള് നേരിട്ടൊരങ്ങി പരീക്ഷണങ്ങൾ പൽബ് നീറുന്നു. ആ കഥ ഓർത്തിടുമ്പോൾ എറിട്ട ഉമ്മയത്ത് യജമാനൻ ഏറ്റം നരകിപ്പിച്ചു മതം മാറിയതാൽ കിടത്തിയും പൊള്ളുന്ന മരുമണലിൽ ഏറ്റം കനമുള്ള കരിങ്കല്ല് തിരുനെഞ്ചിൽ ഒരു ലക്ഷം ഫലിച്ചില്ല ഈമാനിൽ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞല്ലോ അഹദന്ന്. അടിമുടി കറുത്ത ബിലാലാണ് അവർ ആത്മാവിൻ വെള്ളാമ്പൽ പൂവാണ്. അബൂബക്കർ സിദ്ദീഖ് അവർ ചെല്ലുന്നേ ഉടൻ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നേ. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ അടിമയാണ്. അങ്ങനെ ഉച്ച സമയത്ത് ചുട്ടുപഴുത്ത മണലിൽ മഹാനവറുകളെ നഗ്നനാക്കി കിടത്തുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കടപ്പുറത്ത് പോയി മണല് നന്നായിട്ട് ഇങ്ങനെ ചൂട് പിടിച്ച സമയത്ത് ചെരുപ്പില്ലാതെ നമ്മുടെ കാലൊന്ന് വെച്ച് നോക്കൂ, എത്രമാത്രം വേദനയാണ്, എത്രമാത്രം കൊള്ളും. ആ സമയത്ത് ചെരുപ്പില്ല, വസ്ത്രമില്ല, ഒന്നുമില്ലാതെ നഗ്നമായിട്ട് അവിടെ കിടത്തി പൊള്ളുകയാണ്. പൊള്ളുന്നു എന്ന് മാത്രമല്ല, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിൽ ഒരു കയറ് കെട്ടുകയാണ്. ആ കയറ് കെട്ടിയിട്ട് ഉമയ്യത്ത് ഇബ്നു ഖലഫ് കുറച്ച് കുട്ടികളെ വിളിച്ചിട്ട് പറയുന്നു, ഈ കയറ് പിടിച്ചോളൂ, പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. അവന്റെ കൽപ്പന പ്രകാരം കുട്ടികൾ വലിച്ചു കൊണ്ടുപോകുന്നു. വലിച്ചിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഉമയ്യത്ത് ഇബ്നു ഖലഫ് പറയുന്നുണ്ട്, എടോ ബിലാലേ, നീ മുഹമ്മദിന്റെ മാർഗത്തിൽ നിന്ന് മാറിയാൽ നിനക്ക് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. പക്ഷേ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ അല്ലാഹു ഈമാൻ ഉറപ്പിക്കുകയാണ്. അടിപതറാത്ത ഈമാനാണ്. അവിടെ വെച്ച് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് അത് ഉരവിട്ടുകൊണ്ടിരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ കാഴ്ച കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വേദന വന്നു. ഉടനെ ഓടിച്ചുകൊണ്ട് ഉമയ്യത്ത് ഇബ്നു ഖലഫിൽ നിന്നും മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വാങ്ങുകയാണ്. അങ്ങനെ ആ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നത് മഹാനായ ബിലാൽ ഇബ്നു റളിയല്ലാഹു അൻഹുവിനെ ആ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
അതുകൊണ്ടാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിക്കുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ സിദ്ദീഖ് ദീനിനു വേണ്ടി ഒരുപാട് ചെലവഴിച്ചവനാണ്. എൻ്റെ സിദ്ദീഖിന്റെ അത്ര ഈമാൻ മറ്റൊരാൾക്കുമില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിഴൽ പോലെ പിന്തുടർന്ന ഒരു സ്വഹാബിയാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് അത്രയൊന്നും ഈമാനില്ലെങ്കിലും മഹാന്മാരെ പറഞ്ഞതുകൊണ്ട് അവരുടെ ഈമാനിൽ നിന്ന് ഒരല്പമെങ്കിലും ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ പിതാവായ യാസിർ റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ ഉമ്മയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയെയും എത്രമാത്രം പീഡിപ്പിച്ചെന്നറിയോ? അവർ വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവരെ ശിക്ഷിക്കുകയാണ്. ആ ശിക്ഷിക്കുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നേരത്തെ ശിക്ഷിച്ചതുപോലെ മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെയും മഹാനായ യാസിർ റളിയല്ലാഹു അൻഹുവിനെയും മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയെയും വസ്ത്രം മുഴുവനും അഴിച്ചുകൊണ്ട് അതാ നഗ്നമായി മണലിൽ കിടത്തുന്നു. മണലിലങ്ങ് കിടത്തിയിട്ട് അവരുടെ ശരീരം കൊള്ളുന്നുണ്ട്. അബൂജഹലിന് അരിശം തീരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വബ്റൻ ആല യാസിർ, അല്ലയോ യാസിർ കുടുംബമേ ക്ഷമിച്ചോളൂ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭീകരവാദിയായി പലതും പറഞ്ഞ് ചിത്രീകരിക്കുമ്പോ എത്രമാത്രം പീഡനങ്ങൾ സഹിച്ചിട്ടും തന്റെ സ്വഹാബത്തിനെ കൊന്നൊടുക്കിയിട്ട് പോലും അവിടെ ഒരു യുദ്ധത്തിന് അവിടെ നിന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാം ക്ഷമിക്കാൻ വേണ്ടി സഹിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോഴും പറഞ്ഞു, സ്വബ്റൻ ആല യാസിർ, അല്ലയോ യാസിർ കുടുംബമേ ക്ഷമിച്ചോളൂ. ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്ത സ്വർഗം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു. അവരിങ്ങനെ ക്ഷമിക്കുകയാണ്. ക്ഷമിക്കുന്നതിനിടയിൽ ഇതുകൊണ്ടൊന്നും അരിശം തീരുന്നില്ല. മണലിൽ കിടത്തി നോക്കി, എന്നാലെങ്കിലും ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കുമോ എന്ന് അബൂജഹൽ ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ പരീക്ഷിച്ചു. പക്ഷേ അവർക്ക് ഈമാനിൽ നിന്ന് ഒരു ലെവലേശം മാറ്റമില്ല. അതുകൊണ്ട് അരിശം തീരാത്ത അബൂജഹൽ പിന്നെ എടുക്കുന്നത് എന്താണ്? ഒരു ഇരുമ്പ് ദണ്ടെടുക്കുന്നു. ഇരുമ്പ് ദണ്ടെടുത്തിട്ട് നന്നായി തീയിലിട്ട് ഇങ്ങനെ ചൂടാക്കുകയാണ്. ചൂടാക്കിയതിന്റെ ശേഷം മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മുൻദ്വാരത്തിൽ വെക്കുന്നു. പൊള്ളിയിട്ട് പിടയുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു ചട്ടകം നമ്മളിങ്ങനെ പത്തിരി ചുടുകയാണ്. പത്തിരി ചുടുമ്പോ അത് പത്തിരി മാത്രമേ ചുടുന്നുള്ളൂ, തീയിലിട്ട് വെച്ചിട്ടില്ല. പക്ഷേ അതിങ്ങനെ ചൂടായി. അതുപോലും നമ്മുടെ ശരീരത്തിൽ വെക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നന്നായി തിളപ്പിച്ച ആ ഇരുമ്പ് ദണ്ടെടുത്ത് മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മുൻദ്വാരത്തിൽ വെച്ചു. നമ്മളൊരു പൊരിച്ച മീൻ, അതേ ഒരു മീനിനെ മാവ് കൊഴിച്ച് അതിങ്ങനെ ചട്ടിയിലേക്ക് ഇടുമ്പോൾ ചീ എന്ന് പറയുന്നത് പോലെ ആ ഒരു ശബ്ദം പച്ച ശരീരത്തിലല്ലേ ഈ ഇരുമ്പ് ദണ്ട് വെക്കുന്നത്. അങ്ങനത്തെ ഒരു ശബ്ദം വരുന്നു. അതുകൊണ്ട് മനുഷ്യൻ വരാതിരുന്നപ്പോൾ മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മുൻദ്വാരത്തിലേക്ക് അടിച്ചങ്ങ് കയറ്റുകയാണ്. അടിച്ചങ്ങ് കയറ്റി എന്ന് മാത്രല്ല, വേദന കൊണ്ട് പൊളഞ്ഞ് 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 മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ അവിടെ വെച്ച് ഷഹീദായി മരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദായ വനിത ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയ. അങ്ങനെ അതുകൊണ്ട് മനുഷ്യൻ തീർന്നില്ല. ഒരു ഭാഗത്ത് ഉമ്മയായ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹ വഫാത്തായി കിടക്കുകയാണ്, ഷഹീദായി കിടക്കുകയാണ്. മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ഇതേ രൂപത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാട്ടിയതുപോലെ നന്നായി കഷ്ടപ്പെടുത്തുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്? രണ്ട് കൈയിലും കയറ് കെട്ടുന്നു. രണ്ട് കൈയിലും കയറ് കെട്ടി, അതേ രൂപത്തിൽ രണ്ട് കാലിലും കയറ് കെട്ടി. എന്നിട്ട് അപ്പേ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ വലിച്ചിങ്ങനെ കൊണ്ടുപോകാൻ, വലിച്ചിങ്ങനെ കൊണ്ടുപോയി. എന്നിട്ട് അബൂജഹൽ പറഞ്ഞു, എടോ അമ്മാറെ, മുഹമ്മദിന്റെ പാർട്ടിയിൽ നിന്ന് നീ മാറിയാൽ നിനക്ക് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല.
അമ്മാർ റളിയല്ലാഹു അൻഹു ഉറച്ചു നിന്നു. ഇല്ല, ഈ എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന്, വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് ഞാൻ ഒരു ലെവലേശം മാറി നിൽക്കില്ല. അങ്ങനെ മഹാനവറുകളെ വലിച്ചു കൊണ്ടുപോകുകയാണ്. വലിച്ചിങ്ങനെ കൊണ്ടുപോയിട്ട് അതുകൊണ്ട് അരിശം തീരാതെ, അതാ നമ്മളുണ്ടല്ലോ പഴയ കാലത്ത് മണലിങ്ങനെ അരിക്കാൻ വേണ്ടിയിട്ട്, മണൽ ധരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ഒരാളും അപ്പുറത്ത് ഒരാൾ നിന്നിട്ട് ഇങ്ങനെ മണൽ ധരിക്കുന്നത് പോലെ, ആ മണലിങ്ങനെ ധരിക്കുമ്പോൾ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമല്ലോ. അതല്ലെങ്കിൽ ഒരു പഴയ കാലത്ത് ഇങ്ങനെ മരം വീരാൻ വേണ്ടി അതിൻ്റെ വാട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നത് പോലെ ഒരു പച്ചയായ മനുഷ്യനെ, അഥവാ മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ കാലൊരാൾ പിടിക്കുന്നു, രണ്ട് കയ്യും ഒരാൾ പിടിക്കുന്നു, കെട്ടിയിട്ടുണ്ട്, കയ്യും കെട്ടിയിട്ടുണ്ട്, കാലും കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് വലിക്കുന്നു, അങ്ങോട്ട് വലിക്കുന്നു, വലിച്ച് 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 അവസാനം മാംസം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടുക. ചാടിയപ്പോ നീ മാറൂലേ, നീ മാറൂലേ, മുഹമ്മദിന്റെ മാറിയിൽ നിന്ന് മാറൂലേ. അപ്പൊ വേദന കൊണ്ട് ഞാൻ എന്നൊരൊറ്റ വാചകം പറഞ്ഞുപോയി. മഹാനായ അമ്മാർ റളിയല്ലാഹുവിന് പേടിയായി. കാരണം ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ച ഞാൻ മാറൂലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞുപോയി, ചോനെ എനിക്ക് രക്ഷയില്ലേ, എൻ്റെ ഈമാൻ തെറ്റിപ്പോയോ എന്നൊരു ബേജാറ് വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോൾ അതാ സൂറത്തുൽ നഹ്ലിലെ 106-ാമത്തെ ആയത്ത് ഇറങ്ങുകയാണ്. മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി, വല്ലവനും വിശ്വസിച്ചതിന്റെ ശേഷം അവൻ കുഫ്രിയത്തിലേക്ക് കടന്നാൽ, അവിശ്വാസത്തിലേക്ക് കടന്നാൽ, അത് എങ്ങനെ കടന്നതാണ്? ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, അവന്റെ ഹൃദയത്തിൽ ശരിയായ ഈമാനുണ്ട്, ഉറച്ചതിന്റെ ശേഷം മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് പറഞ്ഞത് എങ്കിൽ അവർക്ക് പ്രശ്നമില്ല. മറിച്ച് വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സദറൻ ഫഅലൈഹി വദബു മിനല്ലാഹി വലഹും അദാബുൻ അദീം. സ്വന്തം മനസ്സമ്മതത്തോടുകൂടെ കുഫ്രിയത്ത് അംഗീകരിച്ചതാണോ അവർക്ക് അല്ലാഹുവിന്റെ കോപമുണ്ട്. മാത്രമല്ല വലഹും അദാബുൻ അദീം, അവർക്ക് വണ്ണമായ ശിക്ഷയുമുണ്ട്. അതുകൊണ്ട് അമ്മാറെ, നിന്നെ നിർബന്ധിപ്പിച്ച് പറഞ്ഞതാണ്, അതുകൊണ്ട് നാം എന്ന പറഞ്ഞതിന്റെ ആ വാചകത്തിൽ നീ വിഷമിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ എത്ര സമാധാനത്തിലാണ് കേരളീയ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നത്. ഉത്തരേന്ത്യൻ ഭാഗത്ത് പോകുമ്പോൾ അവിടെ പല മുസ്ലിം വീടുകളും തകർക്കപ്പെടുകയാണ്, മദ്രസകൾ തകർക്കപ്പെടുകയാണ്, പള്ളികൾ തകർക്കപ്പെടുകയാണ്. എന്നിട്ട് പലരോടും മുഖത്ത് നോക്കിയിട്ട് പറയാണ്, എടാ ജയശ്രാം വിളിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിപ്പിച്ച് പറയാണ്, അല്ലാഹുവേ മുസ്ലിം ഉമ്മത്തിന് നീ സമാധാനം കൊടുക്കണേ റഹ്മാനേ. അങ്ങനെ മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, യാസിർ റളിയല്ലാഹു അൻഹുവിനെ നല്ല ഇരുമ്പിന്റെ കുപ്പായം, അങ്കി, അത് നന്നായി തിളപ്പിച്ചതിന് ശേഷം അത് ഇടാൻ വേണ്ടി പറയുന്നു, നിർബന്ധിപ്പിച്ച് അത് ഇടുന്നു. അത് കാരണം മഹാനവറുകളും ഈ ലോകത്തോട് വിട പറയുകയാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉമ്മു അമ്മാറിന്റെ അടിമയാണ്. ആ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലി ചെയ്യുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് തീയിലിട്ട് ഇങ്ങനെ പൊള്ളിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബ്ബാബെ ക്ഷമിച്ചോളൂ, ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ യജമാനൻ ഒരു ചുട്ടുപൊയ്ത്ത ഇരുമ്പ് കൊണ്ടുവന്നിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തലയിൽ ഇങ്ങനെ വെക്കുകയാണ്. തലയിൽ ഇങ്ങനെ വെച്ചു. മഹാനവറുകൾ ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ ഖബ്ബാബിന് നീ ശമനം നൽകണേ അല്ലാഹ് എന്നൊരൊറ്റ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഫലിച്ചു. അതേ രൂപത്തിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ യജമാനന് ശക്തമായ തലവേദന വരികയാണ്, വല്ലാത്ത രോഗം വരികയാണ്. ആ രോഗം വന്നപ്പോ അവനുള്ള ശിക്ഷ അല്ലാഹു കൊടുക്കുന്നത് എന്താണ്? അവന്റെ തലയിൽ ഇരുമ്പ് തണ്ട് ചൂടാക്കി വെക്കുമ്പോ അല്പം തലവേദന കുറയും. അങ്ങനെ ചൂടാക്കി ഇങ്ങനെ വെക്കണം. അങ്ങനെ ചൂടാക്കി 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 അവന്റെ അന്ത്യം അതോടുകൂടെ കഴിയുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നു. ഓരോന്നും ചുരുക്കി പറയുകയാണ്. മഹാനായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണ്.
പൂർണ്ണമായ ഗർഭിണിയാണ്. മഹദിയായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹാ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ ഒട്ടകപ്പുറത്തിൽ നിന്ന് വലിച്ചിറക്കിയതിന്റെ ആഘാതത്തിൽ മഹാമഹദിയുടെ ഗർഭം അലസിപ്പോയി. സിന്നീറ റളിയല്ലാഹു അൻഹാ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ 2 കണ്ണും അടിച്ചങ്ങ് പൊട്ടിക്കുകയാണ്. ആ 2 കണ്ണും അടിച്ചു പൊട്ടിയപ്പോ അബൂജഹൽ കളിയാക്കി, അത് ലാത്തയുടെ കുരുത്തക്കേടാണ്, ഉസ്സയുടെ കുരുത്തക്കേടാണ് എന്ന് പറഞ്ഞപ്പോ മഹാനായ സിന്നീറ റളിയല്ലാഹു അൻഹായുടെ മനസ്സിൽ ശക്തമായ ഈമാൻ കൊണ്ട് പറഞ്ഞു, ഒരു ലാത്തയുടെയും കുരുത്തക്കേടല്ല, ഒരു ഉസ്സയുടെയും കുരുത്തക്കേടല്ല. എന്റെ റബ്ബ് എനിക്ക് ഉദ്ദേശിച്ചാൽ എനിക്ക് അള്ളാഹു കാഴ്ച തരാൻ അള്ളാഹുവിന് കഴിവുണ്ട് എന്ന് പറഞ്ഞ സിന്നീറ റളിയല്ലാഹു അൻഹായുടെ കാഴ്ച ശക്തി പിറ്റേ ദിവസം അള്ളാഹു തആല അങ്ങനെ തന്നെ തിരിച്ചു കൊടുത്തു. സിന്നീറ റളിയല്ലാഹു അൻഹായുടെ ഈമാൻ കണ്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വില കൊടുത്ത് മഹദിയെ വാങ്ങുകയാണ്. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹു, മാതാവ് ഹമാമ റളിയല്ലാഹു അൻഹു, ആമിർ ബിൻ ഫുഹൈറ റളിയല്ലാഹു അൻഹു, അബൂ ഫാത്തിഹ റളിയല്ലാഹു അൻഹു, ലബീബ റളിയല്ലാഹു അൻഹ, സനീറ റളിയല്ലാഹു അൻഹ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു വില കൊടുത്ത് വാങ്ങിയത്. ഇരിക്കട്ടെ, ചരിത്രം ചുരുക്കുകയാണ്. അങ്ങനെ വിശുദ്ധ ഇസ്ലാം അതിന്റെ ഓരോ ഘട്ടങ്ങളായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഇങ്ങനെ പലതും സഹിക്കേണ്ടി വന്നു, ക്ഷമിക്കേണ്ടി വന്നു. അങ്ങനെ പോകുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരോടും നിങ്ങൾ ഈമാൻ മുറുകെ പിടിച്ച് ജീവിച്ചോളൂ, ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞു. അവസാനം ഇങ്ങനെ മർദ്ദനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുയായികൾക്ക് ഒരു ചെറിയ സമ്മതം കൊടുക്കുകയാണ്. എങ്ങോട്ട്? ഹബശയിലേക്ക്, എത്യോപ്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ആ ഹബശയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകാൻ വിശ്വാസികൾക്ക് സമ്മതം കൊടുത്തു. അങ്ങനെ റജബ് മാസത്തിലാണ് പുറപ്പെടുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 5 നുബുവത്ത് കിട്ടി, വീണ്ടും ഒരു 5 വർഷം, അപ്പൊ 45 വയസ്സാണ്. അങ്ങനെ അത് പ്രകാരം റജബ് മാസത്തിൽ 10 പുരുഷന്മാരും 4 സ്ത്രീകളും അടങ്ങുന്ന സംഘം ഹബശയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടു. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 45 വയസ്സാണ്. 40-ാം വയസ്സിൽ തുടങ്ങിയ ദീനീ പ്രവർത്തനം 5 വർഷക്കാലം ഒരു യുദ്ധത്തിന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറായിട്ടില്ല. എല്ലാവരോടും ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മക്കയിൽ നിന്നും ഒരു സംഘം ചേർന്ന് അതാ പോവുകയാണ് ഹബശയിലേക്ക്. അങ്ങനെ ഹബശയിലെത്തുകയാണ്. അങ്ങനെ ഹബശയിലെത്തിയപ്പോ അവിടെ നിന്ന് നല്ല സ്വീകരണം ഹബശയിൽ നൽകുകയാണ്. നജാഷി രാജാവാണ് അവിടുത്തെ രാജാവ്. അദ്ദേഹം ക്രിസ്ത്യാനിയാണെങ്കിലും നല്ല സ്വീകരണം കൊടുത്തു. 3 മാസത്തോളം, അഥവാ റജബ്, ഷഅബാൻ, റമളാൻ, ഈ 3 മാസവും അവർ ഹബശയിൽ ജീവിക്കുകയാണ്. അപ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നത്. എന്താണ് വാർത്ത? മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത. സ്വാഭാവികമായും എത്യോപ്യയിലേക്ക് വന്ന, ഹബശയിലേക്ക് വന്ന ഇവർക്കൊരു സമാധാനം. ഇതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെയല്ലേ ഈ 3 മാസം ജീവിച്ചത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു ജീവിക്കാമല്ലോ, കാരണം മർദ്ദനങ്ങൾക്ക് അവസാനിച്ചല്ലോ. ഇനി നബി തങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ജീവിക്കാമല്ലോ എന്ന് കരുതി ഹബശയിലേക്ക് ഹിജ്റ വന്നവരെല്ലാം മക്കയിലേക്ക് തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മക്കയിലേക്ക് തിരിച്ചപ്പോ അവർ കേട്ട വാർത്ത വ്യാജമാണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അവിടെ എത്തിയപ്പോ നേരത്തെ ഉള്ളതിനേക്കാളും അക്രമം കൂടുകയാണ്. വല്ലാത്ത അക്രമമാണ്. അങ്ങനെ സഹിക്കാൻ കഴിയുന്നില്ല. പോയാണ് വളരെ ചുരുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാധാനത്തിന്റെ വാചകങ്ങൾ അല്ലാഹു പറഞ്ഞു കൊടുത്തു. നബിയെ ക്ഷമിച്ചോളൂ, നബിയെ തങ്ങൾക്ക് വിജയമുണ്ട് എന്ന് പറഞ്ഞു. മർദ്ദനം ശക്തിയായപ്പോൾ രണ്ടാമതും ഹബശയിലേക്ക് ഹിജ്റ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം കൊടുക്കുകയാണ്.
അങ്ങനെ അതാ 83 പുരുഷന്മാരും 18 സ്ത്രീകളും അടങ്ങുന്ന ഒരു ഹിജ്റ വീണ്ടും ഹബശയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹബശയിലേക്ക് പോയി. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് ഈ സംഘത്തിന്റെ ലീഡറായി നിൽക്കുന്നത്. അങ്ങനെ ഹബശയിലെത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, മുസ്ലിങ്ങൾ വളരെ സന്തോഷത്തിലാണ് എന്ന് അവർക്ക് മനസ്സിലാക്കുകയാണ്. ഖുറൈശികൾ മുസ്ലിങ്ങൾ നല്ല സൗകര്യത്തിലും നല്ല സന്തോഷത്തിലും ഹബശയിൽ കഴിയുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഖുറൈശികൾ ഒരു കുതന്ത്രം മെനയുകയാണ്. അവിടുത്തെ നജാഷി രാജാവിന് ധാരാളം സമ്മാനങ്ങളുമായി അബൂജഹൽ പറഞ്ഞേക്കുകയാണ്, നിങ്ങൾ നജാഷി രാജാവിനെ പോയിട്ട് കാണണം, കണ്ടിട്ട് പറയണം ഈ വന്ന ആളുകളൊക്കെ ഞങ്ങളെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയ ആളുകളാണ്, അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് നാട് കടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചാളുകളെ വിട്ടു. അങ്ങനെയാണല്ലോ കുത്തിത്തിരിപ്പിന്റെ ആളുകൾ. അവിടെ പോവുകയാണ്. നജാഷി രാജാവിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചില വിഡ്ഢികൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഭരണപ്രദേശത്താണ് അവർ നിൽക്കുന്നത്. അവരിവിടെ കുടിയേറി പാർത്താൽ അവർ തീർച്ചയായും നിങ്ങളെ ജനതയെ അവർ നശിപ്പിക്കും, അവർ മതങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കും എന്നും ഒക്കെ പറഞ്ഞ് നജാഷി രാജാവിനെ അവർ ഭീതിപ്പെടുത്തി. അപ്പോഴാണ് അതിന്റെ ലീഡറായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നജാഷി രാജാവ് വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ വന്നത് ഇന്നതിനാണോ? എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത്? കണ്ടില്ലേ, അദ്ദേഹം ക്രിസ്ത്യാനിയാണെങ്കിലും ഒരു നല്ല മാതൃകയാണ് സ്വീകരിച്ചത്. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കാൻ പാടില്ല എന്ന് പഴമക്കാര് പറയാറുണ്ടല്ലോ. എന്ന് പറയുമ്പോഴേക്കും ഒന്നടങ്കം ഒന്നും ചെയ്തില്ല. അതിന്റെ ലീഡറെ വിളിച്ച് അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുകയാണ്. നിങ്ങൾ ഇവിടെ വന്നതിന്റെ ലക്ഷ്യം എന്താ? അപ്പോഴാണ് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ സാധുക്കളായിരുന്നു, ഞങ്ങൾ അറിവില്ലാത്ത ആളുകളായിരുന്നു, വിഗ്രഹങ്ങൾ ആരാധിക്കുകയും ശവങ്ങളൊക്കെ എടുത്ത് ഭക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. മാത്രമല്ല അതിക്രമങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു, കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകളായിരുന്നു, അയൽവാസികളെ വിസ്മരിക്കുന്ന ആളുകളായിരുന്നു. ആ ഒരു ജനതയായിരുന്ന ഞങ്ങളിലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയായി നിയോഗിച്ചു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിലോ തറവാട് കൊണ്ട് മുന്തിയ തറവാടുള്ള ആളാണ്, സത്യസന്ധത കൊണ്ട് നാട് അറിയപ്പെട്ട ആളാണ്. ശത്രുക്കളോട് പോലും നിങ്ങൾ ചോദിച്ചു നോക്കൂ, എല്ലാവരും മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞാൽ അൽ അമീൻ എന്നല്ലാതെ വേറെ ഒന്നും അവർക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ മാതൃകാ ജീവിതം കൊണ്ടും എല്ലാം കൊണ്ടും ഞങ്ങളെ സംസ്കരിച്ചെടുത്ത നേതാവാണ്. ആ നേതാവ് നിങ്ങളുടെ മതത്തെയും നിങ്ങൾ ആക്രമിക്കരുത്, ആരെയും കളിയാക്കരുത്, ആരെയും പരിഹസിക്കരുത്, അയൽവാസികളെ ബഹുമാനിക്കണം, കുടുംബ ബന്ധം പുലർത്തണം എന്നൊക്കെ പഠിപ്പിച്ചു ഞങ്ങളെ സംസ്കരിക്കുന്ന നേതാവാ. അപ്പൊ നജാഷി രാജാവ് വിചാരിച്ചു, അങ്ങനെയാണോ? പക്ഷേ ഞാൻ കേട്ട വാർത്ത അങ്ങനെയല്ലല്ലോ. ഞാൻ കേട്ടത് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ രൂപത്തിലാണല്ലോ. ഇതെല്ലാം കേട്ടതിന് ശേഷം നജാഷി രാജാവ് ചോദിച്ചു, നിങ്ങളുടെ നബി കൊണ്ടുവന്ന ഏതെങ്കിലും നിങ്ങളുടെ കൂടെയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ മറിയമിലെ തുടക്ക ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഓതി കേൾപ്പിച്ചപ്പോ അങ്ങനെയാണല്ലോ ഖുർആൻ നന്നായി ഓതി ഒരാൾക്കങ്ങ് ഓതിക്കൊടുത്താൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വിശ്വാസത്തിന്റെ ലാഞ്ചനയുണ്ടാകും. അതേ രൂപത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സ് പൊട്ടുകയാണ്. മനസ്സ് പൊട്ടി അദ്ദേഹം കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇല്ല, നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞേക്കുകയില്ല. നിങ്ങൾക്ക് എന്ത് സൗകര്യം വേണമെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് അനുഭവിച്ചോളൂ. ഞാനാണ് ഈ രാജ്യത്തിന്റെ രാജാവ്, അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പറയണം. നിങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് മഹാനായ നജാഷി രാജാവ് പറയുന്നു. അങ്ങനെ അതാ മുസ്ലിങ്ങൾ അവിടെ സന്തോഷത്തോടു കൂടെ കഴിയുകയാണ്. ഇനി എങ്ങനെയാണ് അവിടെ നിന്ന് പിന്നീട് മുസ്ലിം സമൂഹത്തിനുണ്ടായ ഓരോ വശങ്ങളും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് ഈ ആക്രമണം ചെല്ലണം.
നടന്നുകൊണ്ട് വരണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രമാത്രം സ്നേഹിച്ച സ്വഹാബത്തിന്റെ മുന്നിൽ നമുക്ക് ഒരു യാക്രമ ബൈത്ത് ചൊല്ലി അല്ലാഹുവിനോട് പറയണം, റബ്ബേ സാധുക്കളായ ഞങ്ങൾക്ക് ഹബീബിന്റെ കൈയൊന്ന് പിടിക്കണം, ഇവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി പിടിക്കണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث العميم مولاي صل وسلم دائما أبدا على حبيبك بالخلق كلهم ولن يضيق رسول الله جاهك به إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في غفران كاللبن مولاي صل وسلم دائما أبدا على حبيبك خير من لعلنا رحمة ربي حين يقسمها تأتي على حسب العصيان في الميزان مولاي صل وسلم دائما أبدا على حبيبك خير كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منحرم مولاي صل وسلم دائما أبدا على حبيبك خير والتف بعمرك في دارين إن له صبرا متى تدعوه الأقبال ينهزم مولاي صل وسلم أبدا على حبيبك خير مأذن لصحبي صلاة منك دائمتي على النبي بمحل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير
ريح صبا وغدران العيسى هدي العيسي بالنعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله الله سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا لله من آمنا حبيبك خير الخلق كلهم